സർക്കാരും LDFും ഏറ്റവും വലിയ ഒരു പ്രചരണം തന്നെ ജനങ്ങൾക്കിടയിൽ നടത്തിയത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്ത രീതിയിൽ സാമ്പത്തികമായി കേന്ദ്രം ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു. അത് പൂർണ്ണതോതിൽ ജനം കേട്ടില്ല. എന്തായാലും LDFിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കുറച്ച് തിരുത്തലുകളിലേക്കൊക്കെ പോകുന്നു. പക്ഷെ അപ്പോഴും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അടിസ്ഥാന മേഖലയെ ശ്രദ്ധിക്കാൻ കഴിയാത്ത തരത്തിൽ സാമ്പത്തികമായി കേരളത്തെ ഞെരിച്ചത് കേന്ദ്രത്തിന്റെ വൈരനിര്യാതന ബുദ്ധിയാണ്, പ്രതികാര ബുദ്ധിയാണെന്ന്. അതൊരിക്കൽ കൂടി പറയാനുള്ള ഒരു അവസരമാണ് ഈ ബജറ്റ് എന്നാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് നേരത്തെ അക്കമിട്ട് നിരത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇതിൽ ഇക്കാര്യത്തിൽ നല്ല അപഗാഹമായ പാണ്ഡിത്യമുള്ള ആളാണ് ജോൺ ബ്രിട്ടാസ്. ഈ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊന്നും തന്നെ വസ്തുതക്ക് നിരക്കുന്നതല്ല. ഇപ്പം നേരത്തെ സുപ്രീം കോടതിയിൽ കേസുണ്ട് കേന്ദ്രം എത്ര നൽകണം എന്നതിനെ സംബന്ധിച്ച്. ഇവർ കേന്ദ്ര ഗവൺമെൻറ് ഫൈനാൻസ് സെക്രട്ടറി കൊടുത്തതിന് പുറമെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റും കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ അതിൻ്റെ അടിസ്ഥാനം സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചു എത്ര കൊടുക്കാറുണ്ട്, ഞങ്ങൾ മുഴുവൻ കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം സുപ്രീം കോടതി സമ്മതിച്ചു എന്ന് മാത്രമല്ല, ഇനി അധികം എന്തെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ കൊടുക്കാൻ പറഞ്ഞു. 24-25 വർഷത്തെ കടമെടുപ്പിൽ നിന്ന് അത് ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട്. ബാക്കി സുപ്രീം കോടതിയുടെ മുന്നിലാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ അഫിഡവിറ്റ് സുപ്രീം കോടതി പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെ മറ്റൊന്ന്, എനിക്ക് ജോൺ ബ്രിട്ടാസോടും അതേപോലെ തന്നെ IND സഖ്യം, അതായത് ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഒരുമിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ അവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ ഒരുമിച്ചാണ്. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാണ്, ഞാൻ കേരളത്തിലെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയരുടെ ജനക്ഷേമത്തിന് ആവശ്യമായ നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കേരള ഗവൺമെൻറ്റും കേരളം ഭരിക്കുന്ന പാർട്ടി മുന്നണി തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. BJP സഹകരിക്കാൻ തയ്യാറാണ്. ഞാൻ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചോദിച്ചോളൂ, കേന്ദ്ര പദ്ധതിയുടെ എല്ലാ വിഹിതവും കേന്ദ്രം കൊടുക്കാറില്ല. അത് 70% കേന്ദ്രവും 25% സംസ്ഥാനങ്ങളുടെ പദ്ധതികളുണ്ട്. 60 ഈ അനുപാതത്തിൽ കൊടുക്കുന്നുണ്ട്. 90, 10% കൊടുക്കുന്നുണ്ട്. ചില തൊഴിലുറപ്പ് പദ്ധതി മുഴുവൻ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. അക്കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഒരു പൈസയും കൊടുക്കേണ്ടതില്ല. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന പണം കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഉച്ചഭക്ഷണത്തിന് കൊടുത്ത കേന്ദ്രം കൊടുത്ത പണം പോലും, ആ പണത്തിൻ്റെയോടൊപ്പം സംസ്ഥാനത്തിൽ പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുക്കാത്തൊരു സംസ്ഥാന സർക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങളുടെ ഒന്നാമത്തെ ഈ ബഡ്ജറ്റിൻ്റെ ഊന്നൽ നൽകുന്നത് പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കൊടുക്കുന്നു. ആ വീടിനെ സംബന്ധിച്ച് അതിൽ സംസ്ഥാനത്തിന് വിഹിതം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നില്ല. ഇപ്പം മറ്റൊന്ന്, നമ്മുടെ എല്ലാ വീടുകളിലും കുടിവെള്ളം, സെൻട്രൽ ഷെയർ എത്രയാണ് ശ്രീ കൃഷ്ണദാസ്? ഞാൻ പൂർത്തീകരിച്ചോട്ടെ സുരേഷ്. ജലജീവൻ മിഷൻ 45 ലക്ഷം വീടുകൾക്കാണ് കുടിവെള്ളം കൊടുക്കാൻ പദ്ധതി. 23 ലക്ഷം വീടുകൾക്കേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എന്താ കൊടുക്കാത്തത്? കേന്ദ്രത്തിൻ്റെ പണം ഇല്ലാത്തത് കൊണ്ടല്ല, സംസ്ഥാനത്തിന് കൊടുക്കാൻ വിഹിതമില്ല. ഏത് പദ്ധതി നോക്കിയാലും സംസ്ഥാനത്തിന് പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് കേന്ദ്രം നൽകുന്ന പണം കേരളത്തിൽ ചെലവഴിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ധനകാര്യ മാനേജ്മെൻറ്റ് അത് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. അതൊന്ന് ശക്തിപ്പെടുത്താൻ, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കേന്ദ്ര പദ്ധതികൾ കേരളത്തിന് ഉപകരിക്കാൻ സാധിക്കും.